അപ്പോൾ നമസ്കാരം. എന്നെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സ്വാമി പല കഥകളും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. എനിക്ക് ആധ്യാത്മികമായിട്ടൊരു ക്ലാസ് എടുക്കാനൊന്നും അറിഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുമല്ല. പിന്നെ വല്ല മീറ്റിങ്ങുകൾക്കൊക്കെ അമ്പലങ്ങളും ആശ്രമങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതുപോലെ ബന്ധപ്പെട്ട് നടക്കുന്നതുകൊണ്ട് അതൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു ഗുരുവിൻ്റെ കൂടെ ഒരു 2-3 വർഷം ജീവിച്ച ഒരാളാണ്. അത്രയൊക്കെയുള്ള ഇതേ ഉള്ളൂ എനിക്ക്. വേറെ ഒരു ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കൃതിയൊന്നും കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാൻ ഞാൻ വ്യാഖ്യാനങ്ങൾ പലതും കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ വ്യാഖ്യാനിക്കാറില്ല. എന്നൊരു ദൈവദേശമൊക്കെ നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെയൊക്കെ തന്നെ എനിക്കും അറിയാവുള്ളൂ. അതിനെക്കുറിച്ചൊരു പ്രത്യേക ക്ലാസ് എടുത്ത് നിങ്ങളെ ബോധവൽക്കരിക്കാനൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്നാലും ചില കാര്യങ്ങൾ അതിനകത്തുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതുള്ളൂ. ഈ ദൈവദേശത്തെക്കുറിച്ച് പറയണമെങ്കിലേ ഞാനൊരു ദൈവവിശ്വാസി ആണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചത് തന്നെ കുറേ കാലങ്ങൾക്ക് കഴിഞ്ഞാൽ. ഞാൻ ദൈവം എന്നുള്ള അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും കൊണ്ടു നടന്ന ഒരാളല്ല. ദൈവവിശ്വാസത്തെ എനിക്ക് അതിനെക്കുറിച്ച് തീരെ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരാളുമല്ല ഞാൻ. എല്ലാത്തിനെയും ചോദ്യം ചെയ്തു തരുന്നായിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ശരിക്കും കോളേജിൽ ഡിഗ്രി കഴിഞ്ഞ് ഈ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നത് വരെയും ഈ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ടും ഗുരു അങ്ങനെ തന്നെ ഒരു ദൈവം ഇന്ന രീതിയിൽ ദൈവത്തെ ആരാധിക്കണം അങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞു തന്നിട്ടില്ല. ഗുരു എന്ന് പറഞ്ഞ നിത്യചൈതന്യ എതിയാട്ടോ. നിത്യചൈതന്യയുടെ കൂടെ ഒരു 3 വർഷത്തോളം ഗുരുകുലത്തിൽ അവിടെ ഊട്ടിയിലുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനിതിലൊക്കെ അന്ന് ഗുരുവിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഗുരുവിൻ്റെ ഓരോ യാത്രയിലും ഇങ്ങനെ പോരും. ഈ ഇവിടെ കൊല്ലത്ത് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ വന്ന് ക്ലാസ് എടുക്കാൻ ഗുരു വരും. അപ്പോൾ അന്നേരമൊക്കെ പോന്നിട്ട് അതൊക്കെ ഞാൻ ഓർക്കണ്ട് ഇപ്പോഴും. മൈത്രേന് മുമ്പ്, മൈത്രേന് ശേഷം. മൈത്രേൻ ഷൗക്കത്ത് വരുന്നത് ഞാൻ പോന്നു കഴിഞ്ഞപ്പോഴാണ് ഷൗക്കത്ത് വന്നത്. അങ്ങനെയുള്ള ഒരുപാട് പേര് അവിടെ വരികയും ഇങ്ങനെ സംവാദങ്ങൾ പലതും നടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു അത്. ഗുരുവിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥനയുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ഏതെങ്കിലും ഒരു കൃതി ഒന്ന് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റഡി ക്ലാസ് ആയിരിക്കും. ചിലപ്പോൾ ഗുരു ചെയ്യാൻ പോകുന്ന ഒരു കൃതിയെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ സമകാലീനായിട്ടുള്ള വിശകലനം ചെയ്യാൻ പറ്റിയ ആളുകളാണ് അന്ന് അവിടെ വരുന്നതെങ്കിൽ അവർ വേണുമൊക്കെ നമ്മുടെ RS അല്ലാതെ മാവോയിസ്റ്റ് CPMLൻ്റെ ആൾ വേണുമൊക്കെ അവിടെ വരാറുണ്ട്. അവരൊക്കെ വരുമ്പോൾ ആ രീതിയിലായിരിക്കും ചർച്ച, കമ്മ്യൂണിസത്തെക്കുറിച്ചായിരിക്കും ചർച്ച. അങ്ങനെയൊക്കെയാണ് ഗുരുവിൻ്റെ ക്ലാസ്സുകൾ. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഗുരു ഇന്ന വിഷയങ്ങളൊന്നുമില്ല, സമൂഹത്തിൽ ഏത് മനുഷ്യനെ ബാധിക്കുന്ന ഏത് വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങളൊക്കെ അന്ന് ആ ക്ലാസ്സിലൊക്കെ വെച്ച്. അവിടെ ഗുരുവിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാ. ശരിക്കും ദൈവദേശം ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് വിഷയങ്ങളും ഗുരു ചർച്ച ചെയ്യും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ ദൈവദേശം ചെല്ലുന്നത് പോലും ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ ദൈവദേശം ചെല്ലുന്നത് ആ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പിന്നെ അവിടെ ക്ലാസ്സിൽ ഇരുന്ന് ചെല്ലുന്നത്. വീട്ടിലൊന്നും വെച്ച് ഞാൻ ചെല്ലിയിട്ടില്ല. എനിക്ക് പക്ഷേ കോളേജിൽ വെച്ചൊക്കെ ഞാൻ വായനയുടെ ഒരു ഭയങ്കര ഭ്രാന്തനായിരുന്നത് കൊണ്ട് വായന പലതും ഗുരുവിൻ്റെ കൃതികളൊക്കെ ഇങ്ങനെ വായിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ഉള്ളിലേക്കൊന്നും കടന്ന് എനിക്ക് ചിന്തിക്കാൻ അങ്ങനെയുള്ള ഒരു താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്നു വെച്ചാൽ ഇതൊക്കെ ദൈവത്തോട് ബന്ധപ്പെട്ടതാണല്ലോ എന്ന് കരുതിയിട്ടാണ്. ദൈവത്തെ ഒന്നും അങ്ങനെ വിളിച്ചുകൊണ്ട് കടന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ടാണ് അന്ന് അതിലേക്കൊന്നും ഡീപ്പായിട്ട് പോകാതിരുന്നത്. ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോഴും ഗുരു എന്നെ ഇന്ന ദൈവമെന്നോ ഇന്ന രീതിയിലാണ് അങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞു തന്നിട്ടില്ല. ഗുരു ഒരാളെ ഒരു ദൈവം ഇന്ന രീതിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഇന്ന രീതി അങ്ങനെയൊന്നും പഠിപ്പിക്കുന്ന ഒരാളായിരുന്നില്ല ഗുരു നിത്യചൈതന്യതി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു യഥാർത്ഥത്തിലൊരു മനുഷ്യനാണ്, അല്ലാതെ വേറെ അപ്പുറം ഇപ്പുറം ഒന്നും പറയാനില്ല, അതിന് കൂട്ടിച്ചേർക്കാനില്ല. യഥാർത്ഥ മനുഷ്യൻ ഒരു സന്യാസിയായി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങേര് കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങളുണ്ടാവില്ല. ഈ ലോകത്തെ പല യൂണിവേഴ്സിറ്റികളിലും പോയി അങ്ങേര് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഫിലോസഫി ആയിരിക്കാം, നമ്മളുടെ അതായത് ഇന്ത്യൻ ഫിലോസഫി ആയിരിക്കും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടാവുക. അതിലൊക്കെ അങ്ങേര് അഗ്രഹീണനായിരുന്നുകൊണ്ട് അവിടെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. ലോകം മൊത്തം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. ലോകത്തെ ചുറ്റലൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ അദ്ദേഹവുമായിട്ടും ബന്ധപ്പെടുന്നത്. അദ്ദേഹത്തിന് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഈ വായനയുള്ളതുകൊണ്ട് അവിടെ സമകാലികങ്ങളിലൊക്കെ പുള്ളിയുടെ ലേഖനങ്ങളും ഇതെല്ലാം വരും. അപ്പോൾ ഞാൻ തിരിച്ചെഴുതും, ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. പുള്ളി ഇങ്ങനെ ഓരോ ഇതൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എഴുത്തിടുമായിരുന്നു. അങ്ങനെ ആ എഴുത്തുകളിലൂടെയാണ് ബന്ധപ്പെട്ടു തുടങ്ങിയത്. അതിലൂടെ പുള്ളി തരുന്ന ഉത്തരങ്ങളും അതുമൊക്കെ എന്നെ ആകർഷിച്ചതുകൊണ്ട് ഞാൻ കോളേജ് പഠനം കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് മുമ്പ് അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി, എനിക്കിവിടെ അത്ര സുഖമില്ല, ഇതിലൂടെ നിൽക്കണത്. ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് തന്നെയാണ് പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ട്യൂഷൻ എടുക്കാനും ഒക്കെ വീടുകളിലൊക്കെ പോയിട്ടൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിവിടെ അടുത്ത സ്റ്റഡിക്ക് പോകണമെങ്കിൽ യഥാർത്ഥത്തിൽ കാശ് വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള സാമ്പത്തികം എൻ്റെ ഫാദറിനില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ പുള്ളി എന്നെ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാതെ ഞാൻ പോണത്. ഒരു KSRTC ടിക്കറ്റ് എടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോയി ആളാണ്. അങ്ങനെ 2-3 കൊല്ലം അവിടെ ഗുരുവിൻ്റെ കൂടെ കഴിഞ്ഞു. അപ്പോഴാണ് ശരിക്കും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും ഗുരുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ചൊക്കെ ഒന്നൊരു ഉത്ബോധം ഉണ്ടായി വരുന്നത്. യഥാർത്ഥത്തിൽ മലയാളി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിനെ ഉൾക്കൊണ്ടില്ല നമ്മൾ മലയാളികൾ.
അതാണ് ഏറ്റവും വലിയൊരു തെറ്റ്. ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ മൊത്തം പിടിച്ചു കുലുക്കാൻ പറ്റിയ ചിന്തകളാണ്, അല്ലാതെ ഒരു മനുഷ്യർക്ക് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടിയോ കുറച്ച് ആളുകൾക്ക് വേണ്ടിയുള്ള ചിന്തകളല്ല. അതിശയകരമായ ചിന്തകളാണ്. നമ്മൾക്കൊന്നും നിയന്ത്രണങ്ങളില്ലാത്ത ഒരുപാട് ലോകങ്ങളിലേക്ക് കടന്ന് ചിന്തിച്ച ആളാണ് അദ്ദേഹം. നിങ്ങൾക്ക് ആദ്യം ഇവിടെ അരുവിക്കരയിലൊക്കെ പ്രതിഷ്ഠ നടത്തി ദൈവത്തെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തന്നിട്ട് കണ്ണാടി പ്രതിഷ്ഠിച്ച ആളാണ്. കണ്ണാടി പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ തന്നെയാണ് ഈ ലോകത്ത് എന്തും ചെയ്യാനുള്ളൂ. നിങ്ങളാ നിങ്ങളുടെ ഗുരുക്കളും, നിങ്ങളാ നിങ്ങളുടെ ദൈവവും. അതിൽ നോക്കുമ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ നോക്കണം, നിങ്ങളെയാ കാണണം, അല്ലേ? ആ സങ്കല്പത്തിലേക്ക് ഓരോ മനുഷ്യനും ഉയരണമെന്ന് വിചാരിച്ച ആളാണ്. എല്ലാവർക്കും അത് പറ്റില്ലാത്തതുകൊണ്ടാണ് പുള്ളി ഓരോ പ്രതീകങ്ങൾ വെച്ച് ദൈവത്തിൻ്റെ ബിംബങ്ങൾ വെച്ച് ആരാധിക്കാൻ നിങ്ങളോട് പറഞ്ഞത്, അല്ലെങ്കിൽ ചെയ്തു കൊടുത്തത്. അവർക്ക് എല്ലാ മനുഷ്യർക്കും അങ്ങനെ അനന്തമായി ചിന്തിക്കാനാവില്ല. അല്ലെങ്കിൽ ഒരു ബോർഡ് ഇല്ലാതെ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് പലരുടെ മനുഷ്യർക്കും. അതിൻ്റെ ആ ചിന്തയെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല ദൈവം എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ആദ്യമൊക്കെ ബിംബങ്ങൾ വെച്ചത്. പിന്നെ കണ്ണാടി പ്രതിഷ്ഠിച്ചതിൻ്റെ ലക്ഷ്യം ഇത് തന്നെയാണ്. അതാരും നമ്മളുടെ ഇടയിലുള്ള സമൂഹത്തിൽ ആർക്കും അതിന് ആവശ്യമില്ലായിരുന്നു ഇവിടെ. അല്ലെങ്കിൽ നമ്മളുടെ സമൂഹം അത്ര ഉയർന്നില്ല ഒരിക്കലും. അതുകൊണ്ട് പറ്റിപ്പോയതാണ് ശ്രീനാരായണ ഗുരു. അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഗുരു ആ ശ്രീനാരായണ ഗുരു ആവേണ്ടിയിരുന്നത്. അതാക്കാൻ ഇവിടെ ആരും ഉണ്ടായില്ല. മലയാളത്തിൽ പിറന്നു പോയത് കൊണ്ട് മാത്രമാണ്. വേറെ എവിടെയെങ്കിലുമാണ് ഈ ഗുരു ജനിച്ച് ഇതുപോലെ പ്രവർത്തിക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ, ലോകത്തിൻ്റെ ഗുരു. അത് അത്രമാത്രം ചിന്തകളുള്ള ഒരു ഗുരു വേറെ ഉണ്ടായിട്ടില്ല. ഏതെടുത്ത് നോക്കിയോ, നിങ്ങൾ ഇങ്ങേരെ എഴുതി വെച്ചിരിക്കുന്ന ഏതെടുത്ത് വായിച്ചോ, അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ലോകത്തിന് മൊത്തം ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. ഒരു മതവും ഒരു ജാതിയും ഒന്നുമില്ലാതെ ഏത് ലോകത്തുള്ളവർക്കും പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന എഴുതി വെച്ചിരിക്കുന്ന വേറെ ഗുരുവാണ് ശ്രീനാരായണ ഗുരു. ഈ ദൈവദശകം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെങ്കിലും ഒരു മതത്തിൻ്റെയോ ഒരു ദൈവത്തിൻ്റെയോ പേര് പറയണ്ടോ? എന്തെങ്കിലും ഒരു ദൈവത്തെ സൂചിപ്പിക്കുന്ന പേരുകളോ ഇതുണ്ടോ? അതുപോലെ ഒരു പ്രാർത്ഥന എഴുതി വെച്ചിട്ടുള്ള ഒരു മനുഷ്യനും ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ടില്ല. ലോകത്തെ അത്രമാത്രം ഉൾക്കൊണ്ട ഒരു മനുഷ്യനില്ല. അതിനെ നമ്മൾ മലയാളികളായതുകൊണ്ട് അതിനെ വിട്ടുകളഞ്ഞു, അതിനെ തള്ളിക്കളഞ്ഞു. അതാണ് പറ്റിയത്. ഞാൻ ദൈവദേശമൊന്നും കൂടുതൽ നിങ്ങളുടെ അടുത്ത് പൂർണ്ണമായിട്ട് വിശദീകരിക്കാനോ അതിനെ വ്യാഖ്യാനിക്കാനോ ഒന്നും അല്ലാട്ടോ ഇതൊന്നും പറയുന്നത്. ദൈവദേശകം എങ്ങനെയാണെന്ന് അത് സാധാരണ ഉള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറേ അതിശയകരമായ സങ്കല്പങ്ങളുണ്ട്. അതൊന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അത്തരം കുറേ കാര്യങ്ങളുമുണ്ട്. എന്നാലും നമ്മളത് ശരിയായി കഴിഞ്ഞു കഴിയുമ്പോൾ അതിനെ ഒരു മനസ്സിലേക്ക് ഉൾക്കൊണ്ട് കഴിയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മാനസികമായ ഒരു ഉയർച്ച ഉണ്ടാവും. ഞാൻ അതിനകത്ത് ആദ്യത്തെ 4 വരിയിലെ ഒരു ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരുപാടൊന്നും നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ ഗുരുവിൻ്റെ അടുത്ത് എത്തിയതിൻ്റെ കഥ പറഞ്ഞേക്കാം. അതായത് ഇപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ഞാൻ ഈ എല്ലാത്തിനെയും ചോദ്യം ചെയ്ത്, ഞങ്ങളൊരു 3-4 പേരേ ഉള്ളൂ എൻ്റെ നാട്ടിൽ. ഞാൻ കോളേജൊക്കെ വിട്ട് കഴിഞ്ഞാൽ ട്യൂഷൻ എടുക്കാൻ പോകണ്ടാത്ത ദിവസങ്ങളിൽ ലൈബ്രറി കൂടുകയും ലൈബ്രറിയിൽ നിന്നൊരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുമായിരുന്നു. അതിപ്പോഴും ചെന്നാൽ എനിക്ക് ഫ്രീ ആണെങ്കിൽ അവരെ കിട്ടാവുന്ന കൂട്ടുകാരൊക്കെ കൂടി ഞാനിപ്പോഴും നടക്കാനും പോകും. ഈ ഇത്തരം കഥകൾ പറയും. കഥകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചിന്തകൾ എന്തെങ്കിലുമൊക്കെ ലോകത്ത് എവിടെ ഉണ്ടാവുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നടന്ന ഒരാൾ, ദൈവത്തിൽ തീരെ വിശ്വാസമില്ലാണ്ട് നടന്ന ഒരാൾ ആദ്യം ചെന്നുപെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഗുരുകുലമാണ്. ഈ ഗുരുകുലത്തിലെ ഗുരുവിൻ്റെ വാസം കൊണ്ട് ഞാനൊരു പൂർണ്ണ ദൈവവിശ്വാസിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ സങ്കല്പങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യാസങ്ങൾ നൽകാനാവും. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ദൈവമായിരിക്കില്ല വേറൊരാളുടെ. ഈ ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാം, എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കാം, അല്ലേ? അത്രയും ഫ്രീഡം കൊടുക്കുന്ന ഒരു സംവിധാനവും വേറെ ലോകത്തൊന്നുമില്ല. എന്നെ പിന്തുടരുമെന്ന് പറയുന്നവരല്ല, അല്ലേ? നബി ആണേലും ക്രിസ്തു ആണേലും പറഞ്ഞ് എന്നെ പിന്തുടർന്നാലാ നിങ്ങൾ സ്വർഗത്തിൽ പോണത്, ഇല്ലേ? എന്നെ പിന്തുടരുക എന്ന് പറഞ്ഞു. ഈ ഹിന്ദുവിൽ അങ്ങനെ ഒരാളും പറയണില്ല. നിങ്ങൾ പിന്തുടരാതിരിക്കുകയോ നിങ്ങൾ ചോദ്യം ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം നിങ്ങളുണ്ടാക്കുക. അത് മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ മെച്ചം. ഈ ലോകത്തെ എല്ലാത്തിലും നിലനിൽക്കുന്ന ഏറ്റവും കൂടുതൽ നിലനിൽക്കാൻ സാധ്യതകൾ കൂടുന്നത് അതുകൊണ്ടാണ്. ഈ സംവിധാനത്തിലാണ്, ഹിന്ദു എന്ന ആ കൾച്ചറിനാണ്. കാരണം ഇത് ഇത്ര ഫ്ലെക്സിബിളാണ്. നിങ്ങൾക്ക് ഉൾക്കൊള്ളുകയും ആർക്കും ഉൾക്കൊള്ളാം. അതിനെ ചോദ്യം ചെയ്യാം, അതനുസരിക്കാതിരിക്കാം, അനുസരിക്കാം. ഇതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിലനിന്ന് പോണത്. അത് നിലനിൽക്കാതെ പലരും കീഴടക്കുന്നതും അതുകൊണ്ടാണ്. മനുഷ്യനെ കീഴടക്കാൻ ഒരുപാട് വിഷമമുള്ള കാര്യമൊന്നുമല്ല. ഒരു മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് ചിന്തകളെ കടത്തിവിടുന്ന ഏത് രീതിയിലാണെന്നനുസരിച്ച് അവനെ കീഴടക്കാം. നാരായണ ഗുരു ചെയ്തത് നിങ്ങളെ ഫ്രീ ആക്കുകയാണ് ചെയ്തത്.
ഇവിടുത്തെ ജനത്തെ ഫ്രീ ആക്കുകയാണ് നാരായണ ഗുരു ചെയ്തത്. അല്ലാതെ കീഴടക്കി അവൻ്റെ ഉള്ളിലേക്ക് ഇതിനെയൊക്കെ അടിച്ചേൽപ്പിച്ച് ഒരു മതം സ്ഥാപിച്ചാൽ അങ്ങനെയൊന്നും അല്ല ആലോചിച്ചത് ഗുരു ആലോചിച്ചത് നിങ്ങളുടെ ഫ്രീഡം കണ്ടെത്തണം, നിങ്ങളുടെ ആ സ്വാതന്ത്ര്യം കണ്ടെത്തി നിങ്ങളുടെ ജീവിതം നേടിയെടുക്കാനുള്ള വഴികളിലേക്ക് നിങ്ങൾ തിരിയണം. അതിനുവേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത് ഗുരു. സംഘടിക്കാൻ പറഞ്ഞു. ഇന്ന് എന്താ ഉപയോഗിക്കുന്ന സംഘടന? ഏറ്റവും നീചമായ കാര്യങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ? അങ്ങനെയല്ല, നിങ്ങൾ ഉയരാൻ വേണ്ടിയാണ്, നിങ്ങളുടെ മനസ്സ് ഉയർത്താൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്. സാമ്പത്തികം ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. സമ്പത്ത് ഉണ്ടാക്കാനും ഒക്കെ ഇൻഡസ്ട്രി ഇത് തുടങ്ങുന്ന കാര്യം എല്ലാം ഗുരു പറഞ്ഞിട്ടുണ്ട്. അതില്ലാതെ നടക്കില്ല. പക്ഷെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ എന്താ പറയുക, ഒരു മനുഷ്യൻ ഉയരണം, മനുഷ്യൻ്റെ ആ മാനുഷിക തലം ഉയർത്തുക. അതിനാണ് ഇതൊക്കെ ഇപ്പോൾ ചെയ്തു വെച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഇതൊക്കെ കഴിഞ്ഞ് ഞാനപ്പോൾ ഗുരുവൊക്കെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ പോലെ ഒരുപാട് ഒളിച്ചു വെച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അവനെ ഗുരുകുലത്തിലേക്ക് അതിൻ്റെ അന്തേവാസിയാക്കുക, അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെന്നപ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമിയാവാനൊന്നും അല്ലാട്ടോ ഞാൻ വന്നത്, ഞാൻ എൻ്റെ ജീവിത കാലഘട്ടത്തിലെ ഒരു ഘട്ടം ഇവിടെ ഉണ്ടാവും എന്നെനിക്ക് തോന്നി, അതുകൊണ്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ഓക്കെ, അതിന് കുഴപ്പമില്ല, ആശ്രമ ജീവിതം നിനക്ക് ആവശ്യമുള്ളതായിരിക്കും, ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നീ തുടരുക എന്ന് പറഞ്ഞു പോയി അത്തരം കാര്യങ്ങൾ. പിന്നെ ഗുരുവിൻ്റെ അടുത്ത് പോകുന്ന കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇവിടെ ടെസ്റ്റുകളൊക്കെ എഴുതാനോ പഠിച്ചതിനെക്കുറിച്ച് വീണ്ടും തിരിച്ചൊന്ന് ആലോചിക്കാൻ തുടങ്ങുന്നതൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. അങ്ങനെ വന്ന് എനിക്ക് ആദ്യം ജോലി കിട്ടിയിട്ട്, ഞാൻ പോലീസിലാണ് ആദ്യം ജോലി കയറിയത്. പോലീസിൽ ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ഡ്യൂട്ടി ചെയ്തത് എവിടെയാണെന്നറിയാമോ? ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് 1 മാസത്തെ ഡ്യൂട്ടി ആ ഉത്സവ സമയത്ത് എനിക്ക് കിട്ടി. ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് എനിക്ക് കിട്ടിയത്. ഞാനൊരു വിശ്വാസിയല്ല, ഒന്നുമല്ലായിരുന്ന ഒരാൾ കൃഷ്ണൻ്റെ അടുത്ത് പോയിരിക്കണമെന്നാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഡ്യൂട്ടിയുടെ അടുത്ത മെയിൻ ഡ്യൂട്ടി വന്നത് ശബരിമലയിൽ ഒരു മണ്ഡലകാലം മുഴുവൻ എനിക്ക് ആ സന്നിധാനത്ത് ഡ്യൂട്ടി കിട്ടി. ഞാൻ എന്തിലെ പോകുന്നു എന്നുള്ളത് ഇങ്ങനെ കറക്റ്റായി വാച്ച് ചെയ്യപ്പെടുന്നു, ആരോ നിയന്ത്രിക്കപ്പെടുന്നു എന്ന പോലെ ഒരു തോന്നലാണ്. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിൽ ഒരു 10 പൈസ പോലും ഇല്ലാതെ ഞാൻ ഈ നാട്ടിൽ കൂടിയൊക്കെ തമിഴ്നാട്ടിലും ബാംഗ്ലൂരും ഒക്കെ തന്നെ നടന്നിട്ടുണ്ട്. അത് വേറെ കാര്യം, ആ സമയങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ പോയ ഓരോ വഴികളിൽ ചെന്ന് ചാടുന്നിടത്തൊക്കെ ഇങ്ങനെ ഇവർ കാത്തു നിൽക്കുകയായിരുന്നു. കൃഷ്ണൻ അവിടെ ഇരിക്കുന്നു, അയ്യപ്പൻ ഇവിടെ ഇരിക്കുന്നു, ഗുരു അവിടെ ഇരിക്കുന്നു. ഒരു ദൈവവിശ്വാസി അല്ലായിരുന്ന ഒരാളെ സംബന്ധിച്ചാണ്. അപ്പം ഞാൻ ആദ്യം ഇത് പറയാൻ വന്നത്, നമ്മുടെ ദൈവദേശത്തിലെ ആദ്യത്തെ 4 വരി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതൊക്കെ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതെങ്ങ് ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോടി നിമ്പതം. ഇത്രേ ഉള്ളൂ അല്ലേ? ആർക്കും വായിച്ചാൽ മനസ്സിലാവും അല്ലേ? ദൈവമേ കാത്തുകൊള്ളുക. ആരോ പറയാത്ത എല്ലാവരും പറഞ്ഞല്ലേ? കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. അതിനകത്ത് ഒരു കാര്യമുണ്ട്, പക്ഷേ എന്താ അത്? കൈവിടാതെ കാത്തുകൊള്ളണം അല്ലേ? ഇപ്പം മനുഷ്യരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനുഷ്യർ ദൈവത്തെ പിടിക്കാൻ പോവും അങ്ങോട്ട് അല്ലേ? നമ്മളെല്ലാം പ്രാർത്ഥിച്ച് ദൈവത്തെ എങ്ങനെയെങ്കിലും പിടിക്കാനോ കൊണ്ട് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ദൈവത്തെ പിടിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ദൈവം നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടോ? പിന്നെ വേണ്ട, വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. പിന്നെ അത് നിങ്ങളുടെ കയ്യിൽ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കലാണ് ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിന് നിങ്ങളെ പിടിക്കാൻ പറ്റണം, നിങ്ങളുടെ കയ്യിൽ പിടിക്കാൻ തോന്നണം. ആ ഒരു തോന്നലുണ്ടാക്കാനുള്ള നല്ല മനസ്സോടെയുള്ള ഒരു ജീവിതം, അത് മാത്രം മതി. ദൈവം കൈപിടിച്ചാൽ പിന്നെ വിടുവൊന്നുമില്ല, അത് കൊണ്ടുപോകും നിങ്ങളെ ഏത് വഴി കൂടെയും കൊണ്ടുപോകും. അതിനാണ് ഗുരു ഇത്ര കൃത്യമായിട്ട് കൈവിടാതെ പിടിക്കണം എന്ന് പറഞ്ഞത്. കൈവിടാതെ നിങ്ങൾ കയറി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരവിടെ ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ഓരോ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ നമ്മളിതൊക്കെ വായിക്കുകയും ചെയ്യുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഒരു കൊച്ചും അച്ഛനും കൂടെ വഴി ക്രോസ് ചെയ്യാൻ നിൽക്കുക. വഴി ക്രോസ് ചെയ്യാൻ നിന്ന് അച്ഛനിങ്ങനെ കൃത്യമായിട്ട് നോക്കണ്ട, വണ്ടിയില്ലാത്ത സമയം കറക്റ്റ് ചെയ്ത് ക്രോസ് ചെയ്യണം. അതാണ് തന്നെ. കൊച്ചൊരൊറ്റ ഓട്ടം കൊടുത്തു. കൊച്ചിൻ്റെ കയ്യിലാരും പിടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, അച്ഛനും പിടിച്ചിട്ടില്ല, ഒന്നുമില്ല. കൊച്ച് അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുക. അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊച്ചു നിന്ന് വണ്ടി അവൻ കണ്ടിട്ടാണോ കണ്ടാതെയാണോ അവനൊരു ഓട്ടം കൊടുത്തു അപ്പുറോട്ട്, വണ്ടി ഇടിച്ചിട്ടിട്ട് പോയി. അപ്പോൾ കൊച്ച് ഈ അച്ഛൻ്റെ കയ്യിലാണ് പിടിച്ചാറുന്നത്. അതേസമയം അച്ഛൻ കൊച്ചിൻ്റെ കയ്യിലാണ് പിടിച്ചിരുന്നെങ്കിൽ അതാണ് നമ്മുടെ ഒക്കെ അവസ്ഥ. അതാണ്, അതായത് നമ്മളെല്ലാവരും ദൈവത്തെ പിടിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യമില്ല. നമ്മുടെ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ, ദുർഘട സാഹചര്യം വരുമ്പോൾ നമ്മൾ ഒറ്റച്ചാട്ടാ, കൈയും വിട്ട് അതിലേതിലും പോയി എല്ലായിടത്തും പോയി വണ്ടി ഇടിച്ച് അങ്ങനെ ആയിരിക്കും എല്ലാം. അതേസമയം ദൈവം നമ്മുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നെങ്കിലോ, അച്ഛൻ നമ്മുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നെങ്കിലോ, അച്ഛനറിയാമായിരുന്നു വണ്ടി ക്രോസ് ചെയ്യുന്ന സമയം എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞ് നമ്മളെ ക്രോസ് ചെയ്യിപ്പിച്ചേനെ. പക്ഷെ അത് സംഭവിച്ചില്ല. നമ്മളാ കൊച്ചച്ഛൻ്റെ കയ്യിലാണ് പിടിച്ചത്. അപ്പോൾ അങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല. കൊച്ചിനറിയാൻ പാടില്ല ഇത്തരം കാര്യങ്ങൾ. അതുപോലെയാണ് നമ്മളുടെ അവസ്ഥ. ദൈവമേ കാത്തുകൊള്ളുക,
അത് കൈവിടാതെ ഞങ്ങളെ കാത്തുകൊള്ളണം. നാവികൻ നീയാണ് ഇതിൻ്റെയൊക്കെ നാവികൻ, അതുകൊണ്ട് നീ കൈവിടാതെ ഞങ്ങളെ പിടിക്കണം എന്നാ പറഞ്ഞ ആ ഒരു വാക്യം. ആ ഒരു ഇത് മാത്രം 4 വരി മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ കൂടുതലൊന്നും അതിൻ്റെ അഗാധമായ കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് ഇതുണ്ട്. എനിക്ക് തന്നെ പലപ്പോഴും ഞാൻ ഗുരുവിൻ്റെ അടുത്തൊക്കെ പലപ്പോഴും കേട്ട് പിന്നെ മാത്രം മനസ്സിലായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. സൃഷ്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം എന്താണെന്ന് പറയുന്നത് അവിടെയാണ് ഗുരു ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ദൈവം സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ദൈവത്തിൻ്റെ ഒരു അവസ്ഥയായി പറയുന്നത്. ദൈവം എങ്ങനെയുള്ളതാണെന്നുള്ളത്. വേറെ ഒരുപാട് ദൈവങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതിനകത്ത് സൃഷ്ടി നടത്തുന്നയാൾ, സൃഷ്ടി എന്ന് പറയുന്നത് ദൈവമാണ്. സൃഷ്ടി നടത്തുന്നയാൾ, സൃഷ്ടിക്കുന്ന സൃഷ്ടിയുടെ കർമ്മം അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന പദാർത്ഥം ഇതും ദൈവമാണ്. ഇതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഈ ക്വാണ്ടം ഫിസിക്സുകാരൊക്കെ ഓരോ ക്വാണ്ടമായിട്ട് എനർജി സഞ്ചരിക്കുന്നതിനെക്കുറിച്ചും ആ എനർജിയിൽ നിന്നാണ് ഇത് ലോകത്തെ ഇതാക്കുന്ന ഊർജം ഉണ്ടാകുന്നതെന്നും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്വാണ്ടം ഫിസിക്സിൻ്റെ അറിയാമെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഗുരു അവിടെ എടുത്തു വെച്ചാൽ ആ സൃഷ്ടിക്കുള്ള സാധനഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ക്വാണ്ടമായിട്ടുള്ള ആ എനർജിയാണ് ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ എനർജി പോലും അത് സൃഷ്ടിക്കുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ദൈവമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ തലം ഒരുപാട് ഉയർന്നു പോയി. നമ്മളൊക്കെ സാധാരണ ഒരു ദൈവത്തിൻ്റെ ഒരു ബിംബത്തിലോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിൻ്റെ തലങ്ങളൊക്കെ കടന്നുപോയി ഗുരു. അങ്ങനെയുള്ള അത്ര കാഠിന്യമായ പദങ്ങൾ, കാഠിന്യമായ എന്താ പറയുക, മുത്തുകൾ കോർത്തിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതിനെ നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. ലോകത്തെ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തിട്ടുള്ളതാണ്. ഒരു ഇൻ്റർനാഷണൽ ഫെയർ എന്ന നിലയിലാണ് ഇതിനെ ഈ പ്രാർത്ഥനയെ കാണുന്നത്. പക്ഷെ നമുക്ക് മലയാളികൾക്കൊന്നും വേറെ ഒരു മതക്കാരോ അല്ലെങ്കിൽ വേറെ ആരും ഇതൊന്നും പാടുകയോ അത് പഠിക്കുകയോ ചെയ്യില്ല. അത് കൊള്ളില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിനൊരു രീതി കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ കവിഞ്ഞ് ചിന്തിക്കാൻ അവന് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയത്. യഥാർത്ഥത്തിലുള്ള ദൈവത്തെ കാണിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണത്. ആ ഗുരുവിൻ്റെ ആ ഒരു ഇത് മാത്രം മതി. ഗുരു ലോകത്തിന് വേണ്ടി മാത്രം, അല്ലാതെ ഒരു ജാതിക്കോ ഒരു മതത്തിനോ ഒരു ഇവിടെയുള്ള കുറച്ച് സമൂഹത്തിലോ ഒരു കുറഞ്ഞ ആളുകൾക്കോ വേണ്ടിയല്ല ഇതൊന്നും എഴുതി വെച്ചത്. ലോകത്തിന് വേണ്ടി ചിന്തിച്ച ഗുരുവാണ്. ആ ഒരൊറ്റ 4 വരിയിൽ അതെല്ലാം ഒതുങ്ങുന്നുണ്ട്. ദൈവം എങ്ങനെയാണ്, നമ്മളൊക്കെ കാണുന്ന പോലെയാണോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ദൈവത്തിന് എന്താണ്? ദൈവത്തിന് ഒരു കാര്യവും ആവശ്യമില്ല. അതുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ പറയുന്നത് ഇന്ന രീതിയിൽ എൻ്റെ കയ്യൊന്ന് പിടിച്ചേക്കണം നിങ്ങൾ. ദൈവമേ നീ എൻ്റെ കയ്യൊന്ന് പിടിച്ചേക്കണം, വിടാതെ പിടിക്കണം. അതാണ് പറഞ്ഞത്. ദൈവം നമ്മളുടെ കൈ പിടിച്ചിട്ടുണ്ടോ നമ്മൾക്ക് പോകാം. അത് അറിയണേ എങ്ങനെയാണ്? നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്തോളൂ. നല്ല പ്രവർത്തികളോടെ, നല്ല മനസ്സോടെ, നല്ല ചിന്തയോടെ ജീവിച്ചോളൂ. മനസ്സിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ തോന്നി തുടങ്ങുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ശക്തി ഉണ്ടാവും, ഒരുപാട് പ്രസരിപ്പ് കൂടും നമുക്ക്. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ചിന്തിച്ചത് കുറേ കാലം ചിന്തിച്ച് കഴിയുമ്പോൾ അത് പ്രവൃത്തിയിലേക്ക് വന്നോളും. മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്. ആദ്യം ചിന്തിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ചിന്തകൾ പിന്നെ പ്രവൃത്തിയിലായിക്കോളും. ഞാനൊക്കെ ജീവിതത്തിൽ ആകെ ആഗ്രഹിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വായനയുടെ ഒരു ഇതായിരുന്നുകൊണ്ട് ആദ്യമേ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ലൈബ്രറിയുടെ സെക്രട്ടറി ആയി ആളാണ്. അപ്പോൾ ലൈബ്രറി സെക്രട്ടറി ആയപ്പോൾ അവിടെ വാതിൽ തുറക്കാനോ അടയ്ക്കാനോ ഇത് കൊടുക്കാനോ ഒന്നും ആളില്ല. കോളേജിൽ പോയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വിടുന്ന സമയത്ത് വന്നിട്ട് ഞാനാണ് ലൈബ്രറി തുറക്കുകയൊക്കെ ചെയ്തത്. എന്താ നിസ്സാര പുസ്തകങ്ങളുള്ളൂ, 3800 പുസ്തകങ്ങളൊക്കെ അന്നുള്ളൂ ആ ലൈബ്രറിയിൽ. അതെല്ലാം ഞാനൊരു +2 ആയപ്പോഴത്തേക്കും വായിച്ചു തീർത്തിയാണ് ഈ പുസ്തകങ്ങൾ. അഥർവത്തിൻ്റെ വിവർത്തനം വരെ വള്ളത്തോളിൻ്റെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അന്നത്തെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് അതെന്താണെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ പോലും വന്നത്. അന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഋഗ്വേദം എന്തിനുള്ളതാണ് എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. എന്നാലും വള്ളത്തോളിൻ്റെ വിവർത്തനം പുസ്തകം അവിടെ ഇരിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ എന്താ അങ്ങ് വായിച്ചേക്കാം എന്ന് കരുതി വായിക്കുകയാണ്. അതുപോലെ വായിച്ചേളാം. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ നേടിക്കഴിഞ്ഞ നല്ല ചിന്തകൾ നമ്മളുടെ മനസ്സിലിങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിലേക്ക് വന്നോളൂ. നിങ്ങളുടെ പ്രവൃത്തി ആ ചിന്തകൾക്കനുസരിച്ചാവും. അവിടെയാണ് ദൈവത്തിന് കൈപിടിക്കാൻ തോന്നുന്നത്. ദൈവം നിങ്ങളെ കൈപിടിക്കുന്ന അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ട് പിന്നെ അപരാധം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, നടക്കില്ല ഒരു കാര്യവും. പുള്ളി കൈപിടിക്കാനൊന്നും പോണില്ല നേരൊന്നും. ഇന്ന് വിചാരിക്കാനും പറ്റില്ല നമുക്ക്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് നന്നായിരുന്നാൽ പകുതി ജയിച്ചു. ആ മനസ്സിലൂടെ ദൈവത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ചിലവഴിക്കുന്ന സമയം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ലൊരു പ്രവൃത്തിയാവും, നല്ല പ്രവൃത്തികളാവും. ആ പ്രവൃത്തി നിങ്ങളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. പിന്നെ ദൈവം നിങ്ങളുടെ കൂടെയായിരിക്കും. പിന്നെ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി,
ആ ശക്തിക്ക് നിങ്ങളെ എന്തെങ്കിലും സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ മാത്രമേ സ്വാധീനിക്കാൻ കഴിയൂ. അല്ലാതെ നിങ്ങളെ എടുത്ത് കൊണ്ടേ നടക്കാനോ രക്ഷിക്കാനോ ഒരുപാട് ഒന്നിനും സാധിക്കുന്ന ഒരു ശക്തിയല്ല അത്. അത് നിങ്ങളുടെ മനസ്സിനെ ഉന്നമിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല അത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് നന്നാവാനുള്ള നല്ല ചിന്തകളാവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്നത് നിങ്ങളുടെ മനസ്സനുസരിച്ച് തന്നെയാണ്. നിങ്ങളതൊന്ന് കറക്റ്റായി നിങ്ങൾ തന്നെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ തന്നെ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് വിശകലനം ചെയ്യാൻ പഠിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പഠിച്ചാൽ തന്നെ ലോകം മാറി മറിയും. നിങ്ങൾ എന്തുമാത്രം ഉള്ള ആളുകളാണെന്ന് എന്താ പറയുക, ഒരു അറിവ് കിട്ടും. നിങ്ങളെന്തോരം ഉണ്ടെന്ന്, നമ്മളെന്തോരം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കിയുള്ളവൻ അടിക്കാമെന്ന് ഇടിക്കാമെന്ന് ഇതൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ നോക്കിക്കോ നിങ്ങളല്ലെങ്കിൽ നമ്മളെന്തോരം ഉണ്ടെന്ന് നമ്മളങ്ങ് മനസ്സിലാക്കി കഴിയും. അപ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സിലെ ചിന്തകളെ നമ്മൾ വിശകലനം ചെയ്യില്ല. അത് നല്ല ചിന്തയായി കഴിഞ്ഞാൽ ഉറപ്പാണ് അവൻ്റെ മനസ്സ് നന്നായി വരുന്നു. അവൻ്റെ അടുത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല പ്രവൃത്തികളായിരിക്കും. ആ പ്രവൃത്തിയിലൂടെ ദൈവം അവനെ കൈപിടിക്കും. അങ്ങനെയാണ് ദൈവത്തിന് കൈപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്ത് ഓഫർ കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. അവിടെ ചെന്ന് ഓഫർ കൊടുത്ത് അത് നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യാമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല. ദൈവം അങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ രക്ഷിക്കണ്ടായിരുന്നു. ഈ രാജ്യത്ത് ജനങ്ങൾ ഇതെങ്ങനെയൊന്നും ആയിരിക്കില്ല, ഒരിക്കലും. ആയിരിക്കുമോ? ആയിരിക്കില്ല, ഒരു സംശയം വേണ്ട. നിങ്ങളുടെ ഈ ലോകത്ത് ജീവിക്കുന്നവരുടെ മനസ്സെങ്ങനെയായി പറഞ്ഞു വരുന്നു, അതാ നമ്മുടെ ഗുരു പറഞ്ഞ പോലെയുള്ള തലങ്ങളിലേക്ക് ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഇവിടെ എല്ലാവരും നല്ല മനുഷ്യരാവും, നല്ല രീതിയിലാവും. അത് വരുത്താൻ എന്തെങ്കിലും സഹായമൊക്കെ കൊടുക്കാനുള്ള സംവിധാനങ്ങളാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ. അതിനകത്ത് ഇപ്പം നല്ലൊരു ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥനയുടെ അതിൻ്റെ ഒരു ഇത്തിരിയോടെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടാവും, ഇല്ലേ? ഒരു ശകലം കൂടി ആലോചിച്ചിട്ടുണ്ടാവും ആ കൈപിടുത്തത്തിനെ കുറിച്ച്. ആ ഉപമ പറയും അങ്ങോട്ട് ചെയ്തപ്പോൾ അങ്ങനെ പല തലങ്ങളിൽ നിങ്ങൾ ഓരോന്നിനെ കണ്ടും കേട്ടുമാണ് ഇതൊക്കെ നിങ്ങളുടെ മനസ്സുയരുന്നത്. അതങ്ങനെ അല്ലാത്തവർക്ക് പുസ്തകങ്ങളുടെ ശക്തി നിങ്ങൾക്ക് ആരും മനസ്സിലാക്കിയതിന് പോലെയല്ല. ഒരുപാട് ശക്തമായ സ്വാധീനം ചെലുത്തുന്ന പുസ്തകങ്ങളാണ്. ഇന്നത്തെ പിള്ളേർക്ക് ഒട്ടും വേണ്ടാത്തത് അതാട്ടോ. ആരും വായിക്കില്ല. എന്നാലും ചിലരൊക്കെ മൊബൈലിലൊക്കെ അതും ഇതൊക്കെ വായിക്കുന്നുണ്ട്. എന്നാലും നല്ലതാണോ ഇല്ലയാണെന്നൊന്നും നമുക്കറിഞ്ഞൂടാ. എന്തും വായിക്കട്ടെ, പക്ഷെ അത് തിരിച്ചറിയാനുള്ള ഒരു കാലം ആവുമ്പോൾ അവനത് തിരിച്ചറിയുമെങ്കിൽ അവൻ വിജയിക്കും. അവൻ തിരിച്ചറിഞ്ഞ് അതിലേക്ക് മാറുന്നു, നല്ല ചിന്തകളിലേക്ക് മാറുന്നുവെങ്കിൽ അവൻ വിജയിക്കും. പുസ്തകങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് സന്ദർഭങ്ങളെ വിശകലനം ചെയ്യുന്നുണ്ടാവും ഈ പുസ്തകങ്ങൾ. ഏത് പുസ്തകമാവട്ടെ. എനിക്കിന്ന് സെൻറ്റ് പീറ്റേഴ്സ് ഗൈഡിലെ ഇവിടെ അന്തരീക്ഷം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. റഷ്യക്കാർ കഴിക്കുന്ന വെള്ളരിക്ക ഉപ്പിലിട്ടതിൻ്റെ രുചി എനിക്ക് ഇപ്പോഴും അറിയാം. റഷ്യൻ പുസ്തകങ്ങളെ അത്രമാത്രം ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. അന്ന് ഇവരുടെ എല്ലാ പുസ്തകങ്ങളും ഇങ്ങനെ അന്ന് വലിയ റഷ്യ കത്തി നിന്ന സമയമായതുകൊണ്ട് ഒരുപാട് ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അപ്പോൾ ഈ ലൈബ്രറിയിലേക്കൊക്കെ വന്നത് അത്തരം പുസ്തകങ്ങളാണ്. ഡോസ്റ്റോവ്സ്കി ആയാലും ടോൾസ്റ്റോയി ആയാലും ഇവരൊക്കെ നമുക്ക് എത്രയോ പുസ്തകങ്ങൾ അതിൻ്റെയൊക്കെ ഉള്ളിൽ എനിക്കറിയാം. അപ്പോൾ അത് ആ സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതമായിട്ട് കൂട്ടിക്കലർത്തി നമ്മൾ വിശകലനം ചെയ്യുകയാണ് ഈ കഥാപാത്രങ്ങൾക്ക് തന്നെ, അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്യുന്ന ആ മുഹൂർത്തത്തിന് തന്നെ ഇതുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യും. അപ്പോൾ നമ്മളുടെ ചിന്താഗതി പതുക്കെ ഉയരും. അതാണ് പുസ്തകങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ മനസ്സിന് ഒരല്പം ഉയർച്ച ഉണ്ടാകും. ആ ഉയർന്ന ചിന്തകൾ വരുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും അടുത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും അതിൽ പ്രതിഫലിക്കുന്നു. അങ്ങനെയാണ് ജീവിതത്തിൽ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല പലപ്പോഴും. ഇന്ന് കേരളത്തിലുള്ളവർക്ക് ഒരുപാട് പേർക്ക് അറിയാം അത് സമ്പാദ്യം ഉണ്ടായിട്ട് കാര്യമില്ല. എന്നു വെച്ചാൽ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമായി എണിച്ചെടുക്കാൻ പറ്റാതെ ആയി കഴിയുമ്പോൾ സമ്പാദ്യം കൊണ്ട് കാര്യമില്ല എന്നുള്ളത് പലതും മനസ്സിലാക്കി തുടങ്ങുന്നുണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിലൊന്നും അല്ല കാര്യം. നമ്മളുടെ മനസ്സിനെ ഉന്നമിപ്പിക്കുന്ന ചിന്തകൾ കൊണ്ട്, നന്നാക്കുന്ന ചിന്തകൾ കൊണ്ട് നല്ല പ്രവൃത്തിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് ജീവിതം നിങ്ങൾക്ക് തന്നെ തോന്നും, കുഴപ്പമില്ല, ഞാനൊരുമാതിരി ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുമാതിരി നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നണം. അതിനാണ് ജീവിക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ളവർ തരുന്ന ഒരു കാര്യവും വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക്. എന്നുവെച്ചാൽ അവരത് എന്താ കാണുന്നതെന്ന് നമുക്കറിയില്ല. അവരുടെ മനസ്സ് വായിക്കാനും നമുക്കറിയില്ല. അവർ മനസ്സിൽ നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടായിരിക്കും വേറെ എന്തെങ്കിലും അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് നമുക്കറിയില്ല. അതുകൊണ്ട് അതിനെയൊന്നും മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളുടെ മനസ്സ്, നമ്മൾ നിയന്ത്രിക്കുന്ന മനസ്സ് അവിടെ ഉണ്ടെന്നുള്ളതാണ് നമുക്കിവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതെവിടെ നിൽക്കുന്നു? അപ്പോൾ അതിലേക്ക് വരുന്ന അഴുക്കുകളൊക്കെ എങ്ങനെ തെറിച്ച് പോകുന്നുണ്ടോ, ഇങ്ങോട്ട് അടിയുന്നുണ്ടോ എന്ന് നമ്മൾ വീക്ഷിക്കുക. അന്തരീക്ഷങ്ങളിൽ നിന്ന്, നമ്മുടെ പരിസ്ഥിതികളിൽ നിന്ന് ഒരുപാട് അഴുക്കുകളൊക്കെ ഇങ്ങനെ തെറിച്ച് വീഴുന്നുണ്ടാവും. അതൊക്കെ അബ്സോർബ് ചെയ്യാൻ പോയാൽ പോയി, അത് തെറിച്ച് പോകും. ഈ മനസ്സിലേക്കൊക്കെ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. തെറിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ
നമ്മളുടെ ചിന്തകൾ നല്ല രീതിയിൽ ഇരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയാണ് സംഭവിക്കുക. അല്ലെങ്കിൽ നല്ല പ്രവൃത്തികളിലൂടെ അത് പ്രകടിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങളെല്ലാം നമ്മളുടെ ഇതിൽ വന്ന് വീണാൽ തന്നെ തെറിച്ചു പോകും എന്ന് പറഞ്ഞാൽ അത് അവിടെ നിൽക്കില്ല. മലയാളികൾക്ക് അതിന് വെളുത്ത പ്രതലം വേണ്ട. വീട്ടിലിപ്പോൾ ടൈൽസ് ഇടുകയാണെങ്കിൽ വെളുത്തത് വേണ്ട. എന്താ എന്തെങ്കിലും ചാടി അപ്പം കണ്ടാൽ തിരിച്ചറിയില്ലേ, അതൊക്കെ വിഷമാവും. എന്നിട്ട് കളറുള്ളതോ അല്ലെങ്കിൽ അതുപോലെയുള്ളതോ ഇടും. എന്തേ വെളുപ്പുള്ളതാണ് നല്ലത്. എന്തേ കാര്യം വെളുത്തിരുന്നാൽ അത് നമുക്ക് കണ്ടിട്ട് അഴുക്കുമെന്ന് കഴിയുമ്പോൾ തൂത്തുകളയാലോ, മറ്റേ കാണൂല്ലോ, അതവിടെ അടിഞ്ഞുകൂടി കിടക്കും. വെളുത്തുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല പ്രതലാണ്, ഓക്കെ, അത് അഴുക്കുമെന്ന് ചാടണതിനെ തൂത്ത് കളയാൻ പറ്റും. അതുപോലെയാണ് മനസ്സും. നിങ്ങളൊരു നല്ല മനസ്സോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നല്ല ചീത്തയായിട്ടുള്ള സംഗതികൾ വരുമ്പോൾ അതിനെ തൂത്തുകളയും അല്ലെങ്കിൽ തെറിപ്പിച്ച് കളയും, റിട്ടേൺ ആയി പോകും. അതൊക്കെ ഇങ്ങോട്ട് കയറി അടിക്കില്ല. അതിൻ്റെ സ്വാധീനത്തിൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യില്ല. അപ്പോൾ അതാണ് ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതെങ്ങ് ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോ ഒരാവിവൻ തോണി നിൻ പദം. നിൻ്റെ പദത്തിൽ ഞങ്ങൾ അതുകൊണ്ട് സമർപ്പിക്കുന്ന എന്താണ്, എൻ്റെ കയ്യിൽ പിടിച്ചോളണം, ഞങ്ങളെ ഒന്ന് കൈവിടാതെ പിടിച്ചോളണം. ഇതാണ് പറയുന്നത് ആദ്യത്തെ ഒരു കാര്യം ഗുരു പറയുന്നില്ല. ആ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാനിതിൻ്റെ പണ്ഡിതനൊന്നുമല്ല. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക സാഹചര്യങ്ങൾ വന്നുവിടും നമുക്ക്, അല്ലെങ്കിൽ പ്രതിസന്ധികൾ എന്ന് പറയാൻ വേണമെങ്കിൽ. ഞാനൊക്കെ ജീവിതത്തിൽ ഈ ഡിഗ്രി പാസ്സാവണയൊക്കെ സമയത്ത് എന്തൊക്കെ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ തലയിലൂടെ എന്തൊക്കെ ഓടിക്കൊണ്ടിരുന്നത് എനിക്ക് പറയാൻ പറ്റില്ല, ഗുരുവിനും പറയാൻ പറ്റില്ല. ഗുരു എന്നെയൊക്കെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് കാൻറ്റിനെയും യൂങ്ങിനെയും ഒക്കെ എടുത്ത് വെച്ച്, അല്ലെങ്കിൽ ബെർട്രാൻഡ് റസലിനെയൊക്കെ എടുത്ത് വെച്ച് പഠിക്കൽ തുടങ്ങും. അതൊക്കെ നമ്മൾ അന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ്. ഇതൊക്കെ വായിക്കും. നീ എന്തിനാ അതൊക്കെ വായിച്ച് ഇപ്പോൾ തലമുണ്ടാക്കണേ, നിനക്ക് ഒരുപാട് സാധ്യതകൾ വേറെയുണ്ട് എന്ന് പറയും ഗുരു. എന്നിട്ട് എൻ്റെ ഗുരുവിലേക്ക് ഗുരുവിന് ചിലപ്പോൾ ഇതുപോലെ ഈ ദൈവദർശനം പോലെയുള്ള എന്തെങ്കിലും പുസ്തകം എടുത്ത് വെച്ചാൽ ഇതിൽ തുടങ്ങും, എന്നിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുമ്പോൾ ആണ് ഗുരു. അപ്പോൾ അതുപോലെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ നമ്മൾ തന്നെ ഒന്നങ്ങ് നോക്കുക. ഇതെന്തിനാണ് ഞാനൊക്കെ ഇതൊക്കെ ചൊന്നുകൊണ്ടിരിക്കാൻ, നല്ല കാര്യങ്ങളെക്കുറിച്ച് എന്തെല്ലാം ചിന്തിക്കാനുണ്ട് ഈ ലോകത്ത് അല്ലേ, എന്തിനാ ഇതൊക്കെ. ആ നല്ല ചിന്തകൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ദൈവം നമ്മുടെ കയ്യെ പിടിക്കും. ഞാനിത് മനസ്സിലാക്കിയത് തന്നെ ഈ ഓട്ടങ്ങൾ പ്രദക്ഷിണങ്ങളിലെല്ലാം കടന്ന് ഗുരുവിൻ്റെ അടുത്ത് രണ്ടാമതും മൂന്നാമതും ഒക്കെ ചെല്ലുമ്പോഴാണ്. അവൻ എവിടെയും എന്നെ പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ വഴിക്ക് പോയത് ചെന്നൈയിലൂടെ അലഞ്ഞു കഴിഞ്ഞ് കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ അണഞ്ഞു കഴിഞ്ഞ് 3 ദിവസമൊക്കെ നടന്ന സമയത്തും എനിക്ക് വേറെ ഒരു സംഭവങ്ങളിലും പെട്ടുപോകാതെ ഞാൻ ഇതിനകത്തോടെ തന്നെ ഇന്ത്യ അടുത്തേക്ക് തന്നെ വന്നല്ലോ. ഇവിടെ ഈ കൃഷ്ണൻ്റെ അടുത്തേക്കും ഈ അയ്യപ്പൻ്റെ അടുത്തേക്കും ഞാൻ പോയത് എന്നോർക്കുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ കൈ എന്നെ പിടിച്ചിട്ടുണ്ട് അവൻ, അതാണ് ഇനി വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. നമുക്കൊരു കോൺഫിഡൻസ് കൂടുകയാണ്. നമ്മളുടെ എക്സ്പീരിയൻസാണ് അതിന് സഹായിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു പ്രാർത്ഥനയിലൂടെ ഗുരു ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഉയർത്തുക, നിങ്ങൾ ഇടപെടുന്ന രീതി ഒന്ന് മാറ്റുക, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളൊന്ന് വിശകലനം ചെയ്യുക. ഏത് സംഭവം വരുമ്പോഴും നിങ്ങൾക്ക് വിശകലനം ചെയ്യാം. നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുള്ള ഒരാൾ വന്നിപ്പോൾ, അല്ലെങ്കിൽ ഒരു ആൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് വിശകലനം ചെയ്യാം. നിങ്ങൾ എന്ത് മനസ്സിൽ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത് ഏത് രീതിയിൽ കാണണം, ഇതൊക്കെ നിങ്ങൾക്ക് പലതിനും വിശകലനം ചെയ്യാം. അങ്ങനെ കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ഉയർന്ന തലങ്ങൾ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് മനസ്സിലായാൽ ആരോടും പറയുന്നു വേണ്ട, ഇതൊന്നും ഒരു കാര്യം നമ്മൾ വിശകലനം ചെയ്തായിരിക്കും ആരും അറിയാനൊന്നും പോണില്ല. നമ്മളുടെ മനസ്സ് കൃത്യമായിട്ട് പ്രവർത്തിച്ച് ഓരോ തലങ്ങൾ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ഉയരാൻ പറ്റുള്ളൂ. അല്ല നമ്മളിപ്പോൾ എവിടെയാണ് കിടക്കണമെന്ന് അറിയാണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മളുടെ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആ ഭൂമി ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതില്ല, ഇതിൽ നിന്ന് എനിക്ക് അല്പം കൂടി വേറെ സ്ഥലങ്ങളിലേക്ക് പോകണം, അല്ലെങ്കിൽ അടുത്ത തലത്തിലേക്ക് എനിക്ക് കടക്കണം എന്ന് നമുക്കെടുത്ത് ആശ വരും. അങ്ങനെയേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇവിടെയുള്ള നമ്മളുടെ അവസ്ഥയും നമ്മളുടെ സ്ഥലവും നമ്മളുടെ ചവിട്ടി നിൽക്കുന്ന ഭൂമിയും അറിയാതെ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റില്ല. അതറിഞ്ഞു കഴിഞ്ഞാലേ പറ്റുള്ളൂ. ഈ രാമകൃഷ്ണ മിഷനിലൊക്കെ വന്നു കേട്ടപ്പോഴും എനിക്ക് സംഭവിക്കണം ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട്. രാമകൃഷ്ണ മിഷനിൽ ഈ സ്വാമിമാരെ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. അവിടെ അന്ന് ഇവിടെ ഗുരുകുലത്തിൽ നടത്തിക്കൊണ്ടുവരുന്ന സ്കൂളിൻ്റെ ഈ ബോർഡിങ്ങിൻ്റെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളാ നേരെയുള്ള വഴികളിലൂടെ തന്നെ സഞ്ചരിക്കുകയും നമ്മൾ ചെയ്യുന്നത് ഇന്ന രീതിയിലാണെന്ന് ഞാൻ വിശകലനം ചെയ്യുകയും ചെയ്യും. എത്ര ഉയർന്ന തലത്തിൽ ഉയർന്ന രീതിയിൽ ഒച്ച വെച്ച് കാര്യങ്ങൾ വേറെ വലുത് പറയാൻ ശ്രമിക്കുമ്പോഴും ഞാൻ ഒന്നുകൂടെ അത് കഴിഞ്ഞിട്ട് ആലോചിക്കും, എന്താണ് ഞാൻ ചെയ്തത്, ഇനി എന്തിനാ അത് അങ്ങനെ പറയേണ്ടിയിരുന്നോ, തെറ്റിയിട്ടുണ്ടോ എന്ന് ഞാൻ 2-3 പ്രാവശ്യം ആലോചിക്കും. മനസ്സിൽ ഇതിങ്ങനെ ആലോചിച്ച് നോക്കും. അപ്പോഴാണ് നമ്മളുടെ തലത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അവരെക്കാളും ഒരു അല്പം നല്ലതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെടുന്നത്.
അപ്പോഴാണ് ഞാൻ ആ സ്റ്റാൻഡിനെ ഇച്ചിരി ഉയർത്താൻ തയ്യാറാവുന്നത്, നമ്മളുടെ തലം ഉയരുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഒന്നും മനസ്സിലാക്കാതെ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ കണ്ടുകൊണ്ട് നമ്മളുടെ പരിസ്ഥിതിയെ കണ്ടുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ ഒരു സഹായം ആവശ്യമായി വരിക. ദൈവം നമ്മളുടെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്തരം സാഹചര്യങ്ങളെ നമുക്ക് വേഗം തരണം ചെയ്യാൻ പറ്റും. മനസ്സ് സന്തോഷത്തോടെ തരണം ചെയ്യാൻ പറ്റും. അതാണ് മനസ്സിലുള്ള സന്തോഷമാണ് നമ്മളെ അടുത്ത ചിന്തകളിലേക്ക് പ്രേരിപ്പിക്കുക. നമ്മൾ ഗ്ലൂമി ആയിട്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് പോയ ഒരു അവസരമാണ്, അങ്ങനെ തന്നെ ഇരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ ഉയർന്ന് ചിന്തിക്കാനാവില്ല, സങ്കടത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ അത് മാറ്റിയെടുക്കണം. അതിനാണ് ഇതുപോലെയുള്ള പ്രാർത്ഥനയിൽ ദൈവമേ ഇങ്ങനെയൊക്കെയാണ്, എന്നെ അതിനേക്ക് പിടിക്കണം എന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൈ പിടിക്കാനുള്ള ദൈവം നമ്മുടെ കൈ പിടിക്കാനുള്ള ഒരു കർമ്മങ്ങളും ചെയ്യുക. കർമ്മങ്ങൾക്കാണ് എന്നും പ്രാധാന്യമുള്ളൂ. കർമ്മം ചെയ്യുന്നതനുസരിച്ച് തന്നെയായിരിക്കും നമ്മളുടെ ഈ കർമ്മം എങ്ങനെ ചെയ്യുന്നതെന്നാണ് ആദ്യം ഞാൻ പറഞ്ഞത്. അതായത് നമ്മളുടെ ചിന്ത അനുസരിച്ചായിരിക്കും കർമ്മങ്ങൾ വരിക. ചിന്ത നല്ലതായിരിക്കുന്ന എപ്പോഴും മനസ്സിൽ നന്മയെയും നല്ല ചിന്തകളെയും കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് കർമ്മം മോശമാകാൻ വരില്ല. അവൻ ചെയ്യുന്നത് തെറ്റാകില്ല. പലപ്പോഴും അവൻ ആ ഉയർന്ന തലത്തിലൂടെ ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് അവൻ്റെ മനസ്സ് സന്തോഷപ്രദമായിരിക്കും. സാധാരണഗതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വന്നാൽ അതിനെ തരണം ചെയ്യാൻ അപ്പോൾ അവന് തീർച്ചയായിട്ടും പറ്റും. അങ്ങനെ പറ്റാതെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ലോകത്ത്. ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. മനസ്സിന് അന്നേരം വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റാതെ പോകും. അത് തരണം ചെയ്യാൻ പറ്റാതെ പോകുന്നതാണ് പരാജയത്തിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ്. ആ പ്രതിസന്ധികളെ നമ്മൾ നേരിടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ ഒന്ന് വീക്ഷിക്കുന്നത്. ആ പ്രതിസന്ധികൾക്ക് ഇതിനകത്ത് ലോകത്ത് സാധ്യതകളില്ലാത്ത ഒരു പ്രതിസന്ധിയില്ല, സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലമും ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ലെവൽ കണ്ടെത്തിക്കൊള്ളൂ. ഏത് പ്രോബ്ലത്തിനും സൊല്യൂഷനുണ്ട്. അത് ഇന്ന രീതിയിലാവാം, ദൈവത്തിൻ്റെ രീതിയിലാവാം, വേറെ ഏതെങ്കിലും രീതിയിലാവാം, അല്ലെങ്കിൽ നമ്മളുടെ ചിന്ത പെട്ടെന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും വഴികൾ കണ്ടെത്തുന്നതിലൂടെയാവാം. ഒരുപാട് സാധ്യതകളുണ്ട്. അങ്ങനെ സാധ്യതയില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. മനുഷ്യനുണ്ടാക്കിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ സാധ്യതയില്ലാത്ത പ്രശ്നങ്ങൾ. അല്ലാത്തതൊക്കെ മനുഷ്യന് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് സാധാരണ മനുഷ്യന് സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്ന അവസരങ്ങളായിരിക്കും ഒക്കെ തന്നെ ജീവിതത്തിൽ. അതിനാദ്യം തന്നെ ഇപ്പോൾ കുട്ടികളുടെ ഇത് പറഞ്ഞില്ലേ, നമ്മൾ ആ കുട്ടികളെ ഏത് രീതിയിൽ പാകപ്പെടുത്തുന്നതനുസരിച്ചാണ്. ഇപ്പോൾ കുട്ടികളെ പാകപ്പെടുത്തുന്നില്ല നമ്മൾ. ഇപ്പോൾ കുട്ടികളെ അങ്ങനെ തന്നെ വിട്ടിരിക്കുക. പാകപ്പെടുത്താനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല. ഒരു അച്ഛനും അമ്മയും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വളരെ തുച്ഛമായ ആളുകളെ അതിന് പ്രയത്നിക്കുന്നുള്ളൂ. എല്ലാവരും പ്രയത്നിക്കുന്നുണ്ട്. കൊച്ചു പഠിച്ചതായി ട്യൂഷനുണ്ട്. ഈ തിരുവനന്തപുരത്തൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് എന്നുള്ള പ്രശ്നം എന്നറിയാം, അവിടെ ഒരു സർക്കാർ ജോലി കിട്ടണം. അതിനുവേണ്ടി കുട്ടികളെ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ പഠിപ്പിക്കണം. ഒരു ഓഫീസിൽ ആ കുട്ടിയുള്ള ഒരു അച്ഛനോ അമ്മയാണെങ്കിൽ അയാൾ ഒരു ദിവസം പോലും ഫുൾ ടൈം ഓഫീസിലുണ്ടാവില്ല. 5 മണി വരെ ഓഫീസിലിരിക്കുന്ന ഒരുത്തനും ഉണ്ടാവില്ല. തിരുവനന്തപുരത്തെ അവസ്ഥയാണ്. ഞാൻ 1.5 വർഷത്തോളം തിരുവനന്തപുരത്ത് ജോലി ചെയ്തു. അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഓഫീസിലുണ്ടായിരുന്നവർ ആരും ഉണ്ടാവില്ല. എന്നു വെച്ചാൽ അവർ ഇതിങ്ങനെ കുട്ടികളെ വിളിക്കാൻ പോണു, കുട്ടികളെ അടുത്ത് ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടുവിടാൻ പോണു. ഇതൊക്കെയാണ് അവരുടെ ഉച്ച കഴിഞ്ഞാലുള്ള പരിപാടി. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ കുട്ടികൾക്ക് തീർച്ചയായിട്ടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കോമ്പീറ്റ് ചെയ്ത് ഈ ഇത്തരം ജോലി നേടാനുള്ള ആ ടെസ്റ്റ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ജീവിതത്തോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അവരെ ജീവിതത്തെ നേരിടാനുള്ള പരുവപ്പെടുത്തുന്നില്ല ആരും. അതുകൊണ്ടാണ് തന്നെ പരുവപ്പെടുക എന്ന് പറയും. അതൊക്കെ നമ്മളൊക്കെ അങ്ങനെ, ഞാനൊക്കെ അങ്ങനെ പരുവപ്പെട്ടു പോയ ആളാണ്. തന്നെ പരുവപ്പെട്ടു വരുന്നവരെ ഒരാൾക്കും റെസിസ്റ്റ് ചെയ്യാനും പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. എന്തൊക്കെ ചെയ്താലും പരാജയപ്പെടുത്താൻ പറ്റില്ല. തന്നെ രൂപപ്പെട്ടു തന്നെ ഒരാളെ ഏത് വഴിയിൽ അവനെ നിങ്ങൾ ഉപദ്രവിച്ചാലും അവൻ രക്ഷപ്പെട്ടു പോകും. അവനെ പരാജയപ്പെടുത്താൻ പറ്റില്ല. അത് തന്നെ പരുവപ്പെട്ടു വരാതെയാണെങ്കിലും വിദ്യാർത്ഥികളെ പരുവപ്പെടുത്തേണ്ടത് അച്ഛൻ്റെ അമ്മയുടെയും ഒരു കടമയാണ്. ഇപ്പോൾ അച്ഛനും അമ്മയും പിള്ളേരെ നോക്കി പേടിപ്പിക്കാൻ പോലും പറ്റില്ല. ആ രീതിയിൽ അവർ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ. അതാണ് വസ്തുത. ഇപ്പോൾ കുട്ടികൾ ഒരു പരാതി കൊടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ആലോചിക്കുന്ന അച്ഛനും അമ്മമാരും ആയിരിക്കും പലരും. അല്ലെങ്കിൽ കുട്ടി ആ രീതിയിൽ കൂടുതൽ സ്നേഹം കൊണ്ട് ഒരു കാര്യങ്ങളിലും ഇടപെടിക്കാതെ അല്ലെങ്കിൽ ഒരു വിഷമസന്ധിയിലേക്ക് പോകാതെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഞാനൊക്കെ ഒരു ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ സ്റ്റഡി ടൂറിന് പോകാൻ 400 രൂപ വേണമായിരുന്നു. അന്ന് ഊട്ടി കൊടൈക്കനാൽ ഇതിലൊക്കെ പോയി വരാനൊക്കെ ആയിട്ടും ഇതൊക്കെ ആയിട്ട് പോകണമെങ്കിൽ 400 രൂപ വേണം. പൈസ ഉണ്ടായില്ല എനിക്ക്. ഞാൻ പൈസ ഉണ്ടായിട്ട് അന്ന് ഞാൻ ചെയ്ത ട്യൂഷനുകളെടുത്ത് വീട്ടിലെ ആളുകൾ പറഞ്ഞു, നിനക്ക് പൈസ നേക്കാം. ഇല്ല, ഞാൻ പൈസ ഇനി അഡ്വാൻസ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ട്യൂഷന് അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് ഞാനതിന് പോയേ ഇല്ല. വീട്ടിലതിന് കാശിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു പരുവപ്പെടലുണ്ട് നമ്മുടെ മാനസികാവസ്ഥയ്ക്ക്. ഇതെങ്ങനെയാണ്, നമ്മളുടെ അവസ്ഥ ഇതാണ്, ആ അവസ്ഥ കണ്ടറിയുന്നു, അതിനനുസരിച്ച് പ്രതികരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു മാനസികമായിട്ടൊരു രൂപപ്പെടലുണ്ട്.
അതൊന്നും നമ്മുടെ കുട്ടികൾ സംഭവിക്കുന്നില്ല, നമുക്ക് ആർക്കും സംഭവിക്കുന്നില്ല. അവരുടെ കയ്യിൽ കാശ് കിട്ടുന്നു, അവർ അതിനെക്കുറിച്ച് പിന്നെ അവർ അത്തരം കാര്യങ്ങളെ ചിന്തിക്കുന്നില്ലല്ലോ. ജീവിതത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ആലോചിക്കേണ്ടി വരുന്നില്ല. നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങൾ അവർ അറിയുന്ന പോലുമില്ല. അങ്ങനെ വരുന്നതുകൊണ്ട് എന്ത് പറ്റും? ഇതൊക്കെ നോർമലാണെന്നാണ് അവർ കരുതുന്നത്. നിങ്ങൾ ഈ കൊടുക്കുന്ന കാശായാലും കാശ് കൊടുത്ത് അവനെ ഏത് രീതിയിൽ വിടണമെന്നുണ്ടെങ്കിലും അവൻ കരുതുന്നത് ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ നോർമൽ എന്നാണ് അവൻ കരുതുന്നത്. ഒരു പ്രാവശ്യം അവൻ്റെ കയ്യിൽ കാശ് എത്താതെ വരുമ്പോഴുള്ള അവസ്ഥ ഭയങ്കരമായിരിക്കും. പിന്നെ അല്ലെങ്കിൽ അവന് പോകാൻ പറ്റാതെ ഒരു നിഷേധം നമ്മൾ നടത്തി കഴിയുമ്പോഴുള്ള അവസ്ഥ ഭയങ്കരമായിരിക്കും. അത് നമ്മൾ തിരിച്ചറിയുന്നുമില്ല. അതുകൊണ്ടാണ് കുട്ടികൾ ഈ രീതിയിലേക്കൊക്കെ മാറിപ്പോകുന്നതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ കുട്ടികൾക്ക് തന്നെ ഒരു ഇതുകൊണ്ട് അവരെ പരുവപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പരുവപ്പെടുത്തുന്നുമില്ല. പരുവപ്പെടുത്തൽ ഏതാണ്ട് പ്രശ്നം പോലെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു അരിവാളം ഉണ്ടാക്കണമെങ്കിൽ അത് ഇരുമ്പ് അടിച്ച് തകർത്ത് പഴുപ്പിച്ച് അടിച്ച് തകർത്ത് റെഡിയാക്കിയാലേ ആ രൂപത്തിലേക്ക് വന്നുള്ളൂ. കൊല്ലൻ അത് ഇത്തിരി അധികം നേരം പണിതാലേ അത് കൃത്യമായി വരുള്ളൂ. നല്ല കൊല്ലന്മാർ പണിതാൽ നല്ല അരിവാളം ഉണ്ടാവും, അല്ലാത്തവർ അടിച്ചു വരുത്തി അരിവാൾ രൂപത്തിലാക്കി തരും, ഇല്ലേ? അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പേരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. പേരൻറ്റിങ്ങിന് ഇപ്പോൾ ഒരുപാട് സ്റ്റഡി ക്ലാസ്സുകളും പുസ്തകങ്ങളും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. അതെല്ലാം വെസ്റ്റേൺ ചിന്താഗതികളോടുകൂടിയുള്ളതാണ്. നമ്മുടെ ഈ പരിസ്ഥിതിക്കോ നമ്മുടെ സാഹചര്യങ്ങൾക്കോ നമ്മളുടെ പാരമ്പര്യത്തിനോ ഒന്നും ഇണങ്ങുന്നതല്ല. അവരുടെ പേരൻറ്റിങ്ങിനെയൊന്നും ഞാൻ അനുകൂലിക്കുന്ന ആളല്ല. എന്നാൽ അതിൽ നിന്ന് ഉൾക്കൊള്ളാവുന്നതൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. അതിൽ നിന്ന് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഉൾക്കൊണ്ടു പോകണം. പക്ഷെ നമ്മളുടെ പാരമ്പര്യം അനുസരിച്ചും നമ്മളുടെ ഇവിടുത്തെ കാലാവസ്ഥയും പരിസ്ഥിതികളും അനുസരിച്ചുമാണ് നമ്മളുടെ കുട്ടികൾ രൂപപ്പെടേണ്ടത്. അങ്ങനെയല്ല പലപ്പോഴും സംഭവിക്കുന്നത്. അതിന് നമ്മൾക്ക് അതിനുള്ള ശ്രദ്ധ കൊടുക്കാനോ അതിന് സമയമില്ലാതെ പോകുന്നു. ഇത്തരം കാര്യങ്ങളാണുള്ളൂ. അതുകൊണ്ടാണ് കുട്ടികൾ മയക്കുമരുന്നിലേക്ക് പോകുന്നതിനെക്കുറിച്ച് അച്ഛനും അമ്മയും കരയുന്നതൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. കരയുന്നതല്ല, എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ എൻ്റെ റിലേഷനിൽപ്പെട്ട ഒരാളെ അച്ഛനെ കുത്തിക്കൊന്ന് മകൻ പോയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ സംഭവിച്ചതാണ്. എൻ്റെ ഒരു റിലേഷനിൽപ്പെട്ട ആളാണ്. എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്നതാണ്. എൻജിനീയറിങ്ങിന് പഠിച്ചു കഴിഞ്ഞു, ജോലി എടുത്തതൊന്നും ആയില്ല. അങ്ങനെ ഒരു പരീക്ഷ കഴിഞ്ഞിങ്ങനെ വന്ന് നിന്ന സമയത്താണ് അവൻ കോളേജിലൊക്കെ വെച്ച് എപ്പോഴും ഇത് അടിക്കുന്ന ആളായിരുന്നു. കൊല്ലത്തെ TKM എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അവിടെ വെച്ച് ഇതിൻ്റെ ഗ്യാങ്ങിൽപ്പെട്ടു. അതില്ലാതെ വരുമ്പോൾ അവന് നിയന്ത്രിക്കാനാവില്ല. അപ്പോൾ ഈ കാശൊന്നും കിട്ടിക്കൊണ്ടിരുന്നു. അത് എന്തോ കാരണവശാൽ ഇടയിൽ വന്നില്ല. അപ്പോൾ ചോദ്യങ്ങൾ തർക്കങ്ങളായി. അച്ഛനെ കൊന്നു കളഞ്ഞിട്ട് പോയി ആൾ. അത് പിന്നെ ഇപ്പോൾ എത്രയോ കാലങ്ങൾ ഇവിടെ എൻ്റെ ആൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആൾ ഇവിടെ ഒരു മഠത്തിൻ്റെ മാനേജരൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്, ഈ കന്യാസ്ത്രീ മഠത്തിൻ്റെ. അവരന്ന് ജയിലിൽ വന്ന ഉപദേശങ്ങളും ഒക്കെ ആയിട്ട് അവർ അങ്ങോട്ട് കൊണ്ടുപോയി. അല്ലാതെ വീടുമായിട്ട് പിന്നെ ആ കക്ഷി വന്നിട്ടേ ഇല്ല. മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളാണ്. ഞാൻ അതൊക്കെ ആലോചിക്കുന്ന പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമാനിൽ ബുദ്ധിമാനായിരുന്നു. അവിടെ ഉണ്ടായ എല്ലാ ഏറ്റവും ഇളയാളായിരുന്നു ഇത്. ബുദ്ധിമാനായിരുന്നു. എഞ്ചിനീയറിങ്ങിനൊക്കെ ആ കാലത്ത് അഡ്മിഷൻ മേടിക്കുന്നത് നിസ്സാരമല്ല. +2-നൊക്കെ ആണ്ട് 90% മുകളിലുള്ളവർക്കോ 95% അങ്ങനെയാണ്ടൊക്കെ അന്ന് അഡ്മിഷൻ കിട്ടുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അഡ്മിഷൻ കിട്ടിയൊക്കെ പോണതാണ്. അത് ചെയ്തിട്ട് പോയി. എന്ത് ചെയ്യാൻ പറ്റും? ആ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാവുന്നതാണ്. അവർ നാട്ടിൻപുറത്ത് അവിടെ മലഞ്ചെരിവിൽ അടിമാലി ഭാഗത്തുള്ള ആളുകളാണ്. അവർ ലോകത്തെക്കുറിച്ച് അറിയണവരല്ല. പക്ഷേ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ആ കൂട്ടുകെട്ടുകളാണ് അതിനെ ഇതാക്കി തീർത്തത്. അവൻ അങ്ങോട്ടൊന്നും പോയില്ലെങ്കിലും ജീവിതത്തിന് നല്ല വിജയം മേടിപ്പോയി. ചിലപ്പോൾ ഈ എൻജിനീയറിങ്ങിനോ ഇതൊന്നും പോയില്ലെങ്കിലും നല്ലൊരു ജീവിതവും വിജയവും ഉണ്ടായേനെ. പക്ഷേ അത് ചെന്നുവിട്ട ഒരു കൂട്ടം അങ്ങനെയാണ്. അപ്പോൾ സാഹചര്യങ്ങൾ മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് പറയുക, അതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ദൈവദശകത്തിൻ്റെ ആദ്യത്തെ ആ ഒരു പാരഗ്രാഫിലെ കാര്യമെങ്കിലും ഒന്ന് ഓർത്തിരുന്ന, മനസ്സിൽ വെച്ചിരുന്ന, നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ ഉയരും. അത് ദൈവത്തിനോട് അടുക്കാൻ നമ്മൾക്ക് സാഹചര്യം ഉണ്ടാകും. ദൈവത്തിനോട് അടുത്ത് കഴിഞ്ഞാൽ ദൈവം കൈപിടിച്ചോളും. അതിന് പ്രത്യേകിച്ച് കൈക്കൂലിയൊന്നും കൊടുക്കണ്ട. അതൊരു അമ്പലത്തിൽ പോയി കൈക്കൂലി കൊടുത്താലും നടക്കുന്ന കാര്യവുമല്ല. അപ്പോൾ നമ്മളുടെ മനസ്സ് നന്നാക്കുക, നമ്മളുടെ ചിന്തകൾ നന്നാക്കുക, നല്ല ചിന്തകൾ നല്ല പ്രവൃത്തികളിലേക്ക് കൺവേർട്ട് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ കാണുന്നതെല്ലാം സുന്ദരമാകും, മനസ്സ് സുന്ദരമാകും, മറ്റുള്ളവരും സുന്ദരമാകും, ജീവിതം സുന്ദരമാകും. ഓക്കെ, താങ്ക് യു. എന്നെ കേൾക്കാൻ ശ്രമിച്ച എല്ലാവർക്കും നന്ദി.